ഈ മയ്യത്ത് ഖബറിലേക്ക് ചരിച്ചുകൊണ്ടാണ് ഇറക്കുന്നത്. അതിനെ നിവർത്തി മലർന്നു കിടക്കാൻ സൗകര്യമില്ല. ചരിച്ചാണ് ഖബറിൽ മയ്യത്ത് വെക്കേണ്ടത്. എന്തിനാണ്? കിബിലയിലേക്ക് നേരെയാണ് മയ്യത്ത് തിരിച്ചു കിടത്തേണ്ടത്. മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ ഒരുവിധം കാര്യത്തിനൊന്നും മയ്യത്ത് പിന്നെ തുറക്കാൻ പാടില്ല. അതും ആദരവിനെതിരാണ്. വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ മാത്രമേ മയ്യത്ത് ഖബർ തുറക്കാൻ പാടുള്ളൂ. ഒന്ന്, എന്തെങ്കിലും സമ്പത്ത് അതിൽ കൊഴിഞ്ഞ് വീണുപോയി, പേഴ്സ് വീണുപോയി, മൊബൈല് വീണുപോയി, അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീണുപോയി, അതിൻ്റെ ഉടമക്കാരൻ അത് കിട്ടാതെ സമ്മതിക്കുന്നില്ല, അത് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഖബർ മാന്താവുന്നതാണ്, തുറക്കാവുന്നതാണ്. മറ്റൊന്ന്, ഒരു മയ്യത്ത് കിബിലക്ക് നേരെയാണ് തിരിച്ചു കിടത്തിയതെന്ന് ഉറപ്പില്ലാതിരുന്നാൽ, എല്ലാ മുസ്ലിമീങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മുടെ നാട്ടിലും നമ്മുടെ മഹല്ലുകളിലുമൊക്കെ ഒരുപക്ഷെ ഖബർ കുഴിക്കുന്നത് വേണ്ടതുപോലെ വിവരമുള്ളവരാവണമെന്നില്ല, അവരത്ര ശ്രദ്ധിച്ചിരിക്കണമെന്നില്ല. പക്ഷേ ഓരോരുത്തരും ചിന്തിക്കണം, ഖബർ കുഴിക്കുന്നത് കിബില കൃത്യമായി കിബിലയുടെ നേരെയാവണേ. ചില പള്ളിക്കാട്ടിൽ നമ്മൾ ചെന്നാൽ ആ പള്ളിയുടെ കിബിലയും അവിടുത്തെ ഖബറിന്റെ കിബിലയും വ്യത്യാസപ്പെടുന്നത് നമുക്ക് കാണാം. മക്കളെ, ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. കിബിലക്ക് നേരെയാണ് നമ്മുടെ മയ്യത്ത് കിടത്തേണ്ടത്. കിബിലക്ക് നേരെയല്ല ഒരു ഖബറിൽ മയ്യത്ത് കിടത്തിയതെന്ന് ബോധ്യം വന്നാൽ, ആ മയ്യത്ത് കമിഴ്ന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മയ്യത്ത് മലർന്നു പോയിട്ടുണ്ട്, കിബിലക്ക് നേരെയല്ല ചെരിഞ്ഞു കിടക്കുന്നത് എന്ന് ഉറപ്പാകുന്ന സമയം ആ മയ്യത്തിനെ ദ്രവിച്ചിട്ടില്ല എങ്കിൽ ആ മയ്യത്തിന്റെ ഖബർ തുറന്ന് കിബിലക്ക് നേരെ തിരിച്ചു കിടത്തണമെന്ന് മസ്അലയുള്ളതാണ്. അഇമ്മത്തി എഴുതിയതാ. അത് വല്ലാത്തൊരു ഐഡന്റിറ്റിയാണ്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ ഖബറടക്കം ചെയ്യുന്നു. ഈ ഖബറടക്കം ചെയ്യുന്ന ആളുകളൊക്കെ മുസ്ലിമീങ്ങളാ, സ്വാലിഹീങ്ങളാ എന്ന് തിരിച്ചറിയാനുള്ള ഐഡിയ ആണ് കിബിലക്ക് നേരെ തിരിച്ചു കിടത്തൽ കേട്ടോ. ഈ ഇടക്കൊന്ന് പറഞ്ഞോട്ടെ, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ട് തൗബ ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ, പലിശ വാങ്ങിയിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ, അവനെ എത്ര കിബിലയിലേക്ക് തിരിച്ചു കിടത്തിയാലും തിരിഞ്ഞു കിടക്കൂല. അവന്റെ മുഖം തെറ്റിക്കപ്പെടുന്നതാണ്. അഇമ്മത്തി എഴുതി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ മുസ്ലിമീങ്ങളെ. അങ്ങനെ ആ കിബിലക്ക് നേരെ തിരിച്ചു കിടത്തുന്ന ഖബറാണ്. ഈ ഖബറിനെ പറ്റി നിങ്ങൾക്കറിയുമോ? അതിന്റെ ചുമരുകൾ ഒരിക്കലും തേച്ച് മിനുക്കിയിട്ടില്ല, പ്യൂറായ മണ്ണ് വെട്ടിയതാണ്. അവിടെ ഒന്ന് തിരിയാനും അറിയാനും സൗകര്യങ്ങളില്ല, അവിടെ വെളിച്ചമില്ല, കരണ്ടില്ല, ഫാനില്ല, മറ്റ് സൗകര്യങ്ങളില്ല. ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, ഒരു 10-50 വയസ്സുള്ള ഒരാള്, അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരാള്, അദ്ദേഹത്തിന് കൈക്കോ കാലിനോ ആക്സിഡന്റോ മറ്റോ സംഭവിച്ചിട്ട് 1-2 മാസം വീട്ടിൽ ഒരു റൂമിനകത്ത് അടഞ്ഞു കൂടേണ്ടി വന്നാൽ, ഒരു റൂമിൽ കിടക്കുകയാണ്. ആ റൂമിൽ വിശാലമായ റൂമാണ്, സൗകര്യങ്ങളുണ്ട്,
ഒരുപക്ഷെ തണുപ്പ് തുപ്പുന്ന AC ഉണ്ട്, അല്ലെങ്കിൽ ഫാനുണ്ട്, ഇഷ്ടം പോലെ വെളിച്ചമുണ്ട്, ജനലുകളും മറ്റു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കാറ്റുകളുണ്ട്, നേരം ഭക്ഷണം എത്തുന്നുണ്ട്, തന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരും വരുന്നുണ്ട്, കണ്ണാകുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്, ദുനിയാവിലെ വിവരങ്ങൾ മുഴുവനും അറിയുന്നുണ്ട്, എല്ലാ ദിവസവും പത്രം എത്തുന്നുണ്ട്, മറ്റ് വാർത്താമാധ്യമങ്ങളിൽ കൂടി എല്ലാ ലോകവാർത്തയും അറിയുന്നുണ്ട്. ആശ്വസിപ്പിക്കാൻ ആളുകളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 1-2 മാസം ഒരു റൂമിലങ്ങ് ചടഞ്ഞ് കൂടേണ്ടി വന്നാൽ, പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ, ആ മനുഷ്യനോട് നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ. അയാൾ പറയും, എനിക്കെന്ത് സുഖമാ, എനിക്കെന്ത് കാര്യമാ, ഒന്നും അറിയില്ല, എനിക്കെന്ത് കല്യാണം, എനിക്കെന്ത് പെരുന്നാള്, എനിക്കെന്ത് ആഘോഷം, എനിക്കൊന്നും അറിയില്ല, ഒരു സുഖവുമില്ല എന്ന് ഞാൻ പറയില്ലേ, നിങ്ങൾ പറയില്ലേ? എന്തേ? ഈ കുറഞ്ഞ സമയം, കുറഞ്ഞ ദിവസം ഈ റൂമിൽ തന്നെ ചടഞ്ഞു കൂടേണ്ടി വന്നതാ. അതേ സമയത്ത് പുറത്തുള്ള വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട്, എല്ലാവരും വന്ന് കാണുന്നുണ്ട്, എല്ലാം ആവശ്യ വസ്തുക്കളും തന്നെ മുൻപിലെത്തുന്നുണ്ട്. അതേ സമയത്ത് മോനെ, നിന്റെ ഉപ്പ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? സുബ്ഹാനല്ലാഹ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം പോലും അടച്ചു വെച്ചിരിക്കുകയാ, ഒരു കാറ്റ് പോലും അങ്ങോട്ട് കടക്കുന്നില്ല. ആ ഇരുളടഞ്ഞ ഖബറില് ആണെങ്കിലോ ഈ വല്ലാത്ത ഇടുക്കമുള്ള ഖബറാ. ആ ഖബർ എത്ര കാലമായി കിടക്കുന്നു, ആരും ബന്ധപ്പെടുന്നില്ല, വിവരങ്ങൾ അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലുള്ള ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? നമ്മൾപ്പെട്ട പല ആളുകളും മയ്യത്തിന്റെ അടുത്ത് ഹാജരായാല് ചില ആളുകളൊക്കെ മയ്യത്ത് കണ്ടുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോരുന്നു. വളരെ കുറഞ്ഞ ആളുകൾ നിസ്കരിക്കുന്നത് വരെ പള്ളിയിൽ തങ്ങുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും പിരിഞ്ഞു പോരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഈ മയ്യത്തിന്റെ ആത്മാവ് കിടന്ന് പൊട്ടിക്കരയുന്ന ഒരു സമയമാണ്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്നറിയാം, ഉപ്പാനെ മറക്കുമെന്നറിയാം, ഭാര്യയെ മറക്കുമെന്നറിയാം, എത്ര പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവനെ മറക്കുമെന്നറിയാം. ഈ കൂട്ടത്തിൽ പലരും മരിച്ചു പോയവരില്ലേ? ഉപ്പമാര് മരിച്ചു പോയവരില്ലേ? ഉമ്മമാര് മരിച്ചു പോയവരില്ലേ? സ്വന്തം കൂട്ടുകാര് മരിച്ചുപോയ പലരുമില്ലേ? ആ മരിച്ചവരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇന്ന് നേരം വെളുത്തതിന് ശേഷം നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വേണ്ട. വർഷങ്ങളായി മരിച്ച ആളുകളെ പറ്റി ഏതാനും ദിവസങ്ങളോ ഏതാനും മാസങ്ങളോ മാത്രമല്ലേ നമുക്ക് ഓർമ്മയിൽ വന്നുള്ളൂ. എത്ര പെട്ടെന്ന് മറന്നവരാ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ച സമയത്ത് മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയുമായിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിക്കുന്ന സമയത്ത് ഞാൻ ലക്ഷദ്വീപില. ആഴ്ചകൾ കഴിഞ്ഞാ ഞാൻ തിരിച്ചെത്തിയത്. ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്, എന്തൊരനുഗ്രഹമായിരിക്കും അള്ളാഹു എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത്. എൻ്റെ ഉപ്പയെങ്ങാനും മരിക്കുന്നിടത്ത് ഞാനുണ്ടെങ്കിൽ ഇതുപോലെ സമാധാനത്തോടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. പക്ഷേ അത്രക്കും പ്രിയപ്പെട്ട രൂപത്തിലാണ് എൻ്റെ ഉപ്പ എന്നെ വളർത്തിയിരുന്നത്, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിരുന്നത്, എൻ്റെ ഉപ്പ എനിക്ക് സ്നേഹം തന്നിരുന്നത്, എൻ്റെ ഉപ്പ എന്നെ പിടിച്ചുയർത്തിയിരുന്നത്. എല്ലാ ചെറിയ കിതാബുകളും എൻ്റെ ഉപ്പ എന്നെ ഓതി പഠിപ്പിച്ചതാ. കാലച്ചെറുപ്പം മുതൽക്ക് തന്നെ പഠിപ്പിച്ചതാ. ആ ഉപ്പാനെ മറക്കാൻ കഴിയുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. പക്ഷേ ആരാണ് ഇന്ന് ഓർക്കുന്നത്? എപ്പോഴാണ് ഉപ്പയെപ്പറ്റി
പറ്റി ഓർക്കുന്നത്? മറക്കാത്തവരുണ്ടോ? ഏത് ഭാര്യയാണ് ഭർത്താവിനെ മറക്കാത്തത്? ഏത് ഭർത്താവാണ് ഭാര്യയെ മറക്കാത്തത്? ഏത് മാതാപിതാക്കളാ മക്കളെ മറക്കാത്തത്? ഏത് മക്കളാ മാതാപിതാക്കളെ മറക്കാത്തത്? ഇങ്ങനെ ഏത് മരിച്ചവർ ജീവിച്ചവരും മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്ര പെട്ടെന്ന് മറക്കുമെന്ന് ഓർത്തില്ല. എന്റെ ഖബറൊന്നു കാണാൻ, എൻ്റെ വീടൊന്നു കാണാൻ, എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടു കിടത്താൻ, എൻ്റെ സൗകര്യങ്ങളൊന്ന് വിലയിരുത്താൻ എൻ്റെ കൂട്ടുകാർക്കായില്ലല്ലോ. എൻ്റെ ഉറ്റവർക്കും ഉടയവർക്കും സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് മയ്യത്തിൻ്റെ ആത്മാവ് പൊട്ടിക്കരയുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഈ ഖബറിലേക്ക് അങ്ങ് ഇറക്കി കിടത്തിയിട്ട് ഈ തലക്കുഭാഗത്തുള്ള കെട്ടടിക്കുന്നതാണ്. ഉമ്മമാരെ, നിങ്ങൾ മയ്യത്ത് ചുമന്നു കൊണ്ടുപോയിട്ടില്ല, നിങ്ങൾ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല, നിങ്ങൾ മയ്യത്ത് കബറടക്കുന്നത് കണ്ടിട്ടില്ല. കണ്ടവരോട് ചോദിച്ചുകൂടെ? ഏത് മയ്യത്തും കബറിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ തലക്കുഭാഗത്തുള്ള കെട്ടഴിക്കുന്നതാ. ഒരാൾ സ്ത്രീകളാണെങ്കിൽ ആ സ്ത്രീകളെ തൊട്ടാൽ ഒതുമുറിയാത്തൊരു പുരുഷൻ, മെഹ്റം തന്റെ തൊട്ടാൽ ഒതുമുറിയാത്തൊരു പുരുഷൻ ആ കബറിലേക്ക് ഇറങ്ങിയിട്ട് തലക്കുഭാഗത്തുള്ള കെട്ടടിച്ചിട്ട് തന്റെ മുഖത്തിന്റെ ഭാഗത്തുനിന്ന് കഫം തുണി നീക്കിയിട്ട് അല്ലാ ഒരു ഉരുള മണ്ണെടുത്തിട്ട് ആ മണ്ണ് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഒരു തലയിണ പോലെ ഉരുട്ടിയിട്ട് ഈ മയ്യത്തിന്റെ കവളിന്റെ താഴ്ഭാഗത്ത് വെക്കുന്നു. ഈ പുണ്യമാക്കപ്പെട്ട തന്റെ കവിള് ഈ മണ്ണിലേക്ക് ചേർത്തിയിട്ടങ്ങ് അമർത്തി വെക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഒരു തലയിണ പോലെ ഈ കുതിർത്ത ഉരുട്ടിയ മണ്ണെടുത്ത് താഴ്ഭാഗത്ത് കവിളിന്റെ താഴെ വെച്ചിട്ട് ഈ പുണ്യ കവിളുണ്ടല്ലോ, ഒരു ചെറിയ പുള്ളി വന്നാൽ, ഒരു ചെറിയ കല വന്നാൽ എപ്പോഴും കണ്ണാടിയിൽ നോക്കി മിനുക്കുന്ന നമ്മുടെ സുന്ദരമായ മുഖം ഈ കവിളാ മണ്ണിലങ്ങ് അമർത്തി വെക്കുന്നതാ. ആ കവളനെ കമർത്തി വെച്ചതിന് ശേഷം അതേ നബി മുഹമ്മദ് പാടിയത് ഓർമ്മയില്ലേ? എന്റെ ഉസ്താദ് എന്നോട് പാട്ടുപാടരുതെന്ന് പറഞ്ഞതിനാൽ ഞാൻ നബി മുഹമ്മദിന്റെ പാട്ട് പാടുന്നില്ല. അതിനുശേഷം ഓരോ കല്ലുകൾ ഓരോന്നും അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് മൂടുകല്ല് മുഴുവനും വെച്ചാൽ ആ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മോനെ, ഇറക്കിയതോടുകൂടി നിന്റെ സ്ട്രെച്ചർ പുറത്തേക്ക് വന്നു. അതേ ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ച മണ്ണും പുറത്തേക്ക് വന്നു. അതാ കാണാതിരിക്കാൻ വേണ്ടി മൂടിപ്പിടിച്ചിരുന്ന പുതപ്പ് അതും പുറത്തേക്ക് വന്നു. എന്താണ് ആ കബറിന്റെ കൂടെ, നിന്റെ മയ്യത്തിന്റെ കൂടെ കബറിലേക്ക് കൊണ്ടുപോയതറിയോ? നമ്മുടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മയ്യത്ത് വീട്ടിൽ നിന്നിറങ്ങിയപ്പോ ഉറ്റവരാ മയ്യത്തിന്റെ കൂടെ പോയിരുന്നു, ഒരു സ്ട്രെച്ചർ കൂടെ പോയിരുന്നു, ഒരു പുതപ്പ് കൂടെ പോയിരുന്നു, ഒരു മുണ്ട് കൂടെ പോയിരുന്നു. അതെല്ലാം തിരിച്ചു വന്നു. ആരും കൂടെ പോയില്ല, മക്കള് പോയില്ല, ബന്ധുക്കള് പോയില്ല. എല്ലാ ജീവിതത്തിലുടനീളം തന്റെ കൂട്ടുകാരായിരുന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പിരിഞ്ഞു പോയി. കൂട്ടുകാരൻ കൂടെ കൂടിയില്ല. മാത്രമല്ല, ആ കൂടെ പോയത് അവൻ ചെയ്ത അമലു മാത്രമാ.
ആ മനുഷ്യൻ ചെയ്ത ചെറിയൊരു അമലിന്റെ മെമ്മറിയുണ്ട്. ജീവിതത്തിൽ ആ മനുഷ്യൻ ചെയ്ത എല്ലാ പ്രവർത്തികളും ഒപ്പിയെടുത്തിട്ടുണ്ട്, ഒരു ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതാ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തൊരു മെമ്മറിയുണ്ട്. ആ മെമ്മറിയിൽ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം അവൻ ചെയ്ത സർവ കർമ്മങ്ങളുമുണ്ട്. കള്ള് കുടിച്ചതുണ്ട്, പെണ്ണ് പിടിച്ചതുണ്ട്, നിസ്കരിച്ചതുണ്ട്, ഖുർആൻ ഓതിയതുണ്ട്. പടച്ച റബ്ബ് സ്വീകരിച്ച അമലുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മെമ്മറി തന്റെ കൂടെ വെച്ചിട്ടുണ്ട്, അവന്റെ കൂടെ പോയിട്ടുണ്ട്. അതിനുശേഷം മൂടുകല്ലുകൾ വെച്ചുകൊണ്ട് ഓരോ ഹോളുകളും കൃത്യമായി മണ്ണ് കൊണ്ടടച്ചിട്ട് ചുറ്റുഭാഗത്തും നിൽക്കുന്ന ആളുകൾ മിൻഹാ ഖലഖ്നാകും വഫിയാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ. മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല, അത് തെറ്റിദ്ധരിച്ചതാ. അങ്ങനെയല്ല. മിൻഹാ ഖലഖ്നാകും, ഇതിൽ നിന്നു നിങ്ങളെ നാം പടച്ചു. ഓരോ മനുഷ്യൻ ഇതിൽ നിന്ന് നിങ്ങളെ പടച്ചു. വഫിഹാ, ഇതിലേക്ക് തന്നെ നിങ്ങളെ മടക്കും. വമിൻഹാ നുഖ്രിജുകും തറതൻ നുഖ്റാ, ഈ മണ്ണിൽ നിന്നു തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഈ മണ്ണിൽ നിന്നു പടച്ച നിങ്ങളെ ഇതിലേക്ക് തന്നെ നാം മടക്കിയില്ലേ, ഇനി ഇതിൽ നിന്നു തന്നെ നാം പുറത്തു കൊണ്ടുവരും എന്നർത്ഥം വരുന്ന ആയത്ത് മോദിയിട്ട് ഈ പരിസരത്തുള്ളവർ മുഴുവനും മണ്ണിടുകയാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മണ്ണിടുമ്പം തോന്നാറുണ്ടോ? എന്റെ അജയ്യനായ ഗുരുമഹാനായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങളുപ്പാപ്പയുടെ ഉറൂസി ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. തങ്ങളുപ്പാപ്പ കബറിലേക്ക് ഇറക്കി കിടത്തി തങ്ങളുപ്പാപ്പയുടെ മേലെ മണ്ണിടുമ്പോ എനിക്ക് ധൈര്യം വന്നില്ല, ഞാൻ മണ്ണിട്ടില്ല, എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. മഹാന്മാരായ സ്വഹാബാക്കളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളോട് ഉപ്പാപ്പ മുത്തുനബിന്റെ ഖബറിന്മേൽ മണ്ണിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവല്ലോ, എങ്ങനെയാ നിങ്ങൾക്ക് ധൈര്യം വന്നത്? എങ്ങനെയാ നിങ്ങൾക്ക് തോന്നിയത്? ഇരിക്കട്ടെ, ചുറ്റുഭാഗത്തുമുള്ള ആളുകളൊക്കെ മണ്ണിട്ട് കഴിഞ്ഞാൽ കൈക്കോട്ട് കൊണ്ട് ഖബറൊക്കെ അങ്ങ് നിറച്ചാൽ, ആ ഖബർ ആഴമേറിയ ഖബർ മൊത്തം മണ്ണുകൊണ്ട് നിറച്ചാൽ, 2 മീസാൻ കല്ലും കുത്തിയിട്ട് ഒരു ചെടിയും നട്ടുപിടിപ്പിച്ച് ഒരു തൊട്ടി വെള്ളമൊഴിച്ചാൽ, ആ വെള്ളമൊഴിച്ചതിന് ശേഷം അതാ ഒരാൾ ആ ഖബറിന് അഭിമുഖമായി ഇരിക്കുകയാ, ഇരുന്നു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, ഉമ്മമാരെ, പ്രായപൂർത്തിയെത്തിയ മയ്യിത്താണെങ്കിൽ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതാ, കുട്ടിയാണെങ്കിൽ ചൊല്ലേണ്ടതില്ല, പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇതാ പറഞ്ഞു കൊടുക്കുന്നു. പലരും തെറ്റിദ്ധരിച്ചതുപോലെ ഈ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ഡെഡ് ബോഡിയോടല്ല പറഞ്ഞു കൊടുക്കുന്നത്, മയ്യിത്തിന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ഈ ഖബറിന്റെ മുകളിലാ. ആത്മാവിനെ ആരും കഫൻ ചെയ്തില്ലല്ലോ, ആത്മാവിനെ കുളിപ്പിച്ചില്ലല്ലോ, ആത്മാവിനെ ചുമന്നില്ലല്ലോ. ആത്മാവ് മയ്യിത്ത് കട്ടിലിന്റെ മുകളിലായിരുന്നു. ഈ മയ്യിത്ത് കട്ടിലിന്റെ മുകളിലുള്ള ആത്മാവ് മയ്യിത്ത് മറവ് ചെയ്യുന്നതോടുകൂടി തലക്കുഭാഗത്ത് വന്നിരിക്കുന്നു.
ആ തലക്കുഭാഗത്തിരിക്കുന്ന ആത്മാവിനോടാണ് അഭിമുഖമായി നിന്നുകൊണ്ട് ചൊല്ലിക്കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. യാ അബ്ദല്ലാ ഇബ്നാമത്തില്ല, നീന്റെ കരാറൊക്കെ നിനക്ക് ഓർമ്മ വേണം. അല്ലാഹു റബ്ബാണെന്ന് നീ വിശ്വസിച്ചവനാ, നേരത്തെ പ്രഖ്യാപിച്ചിരുന്നവനാ, മുത്തുനബിയെ റസൂലായിട്ട് അംഗീകരിച്ചിരുന്നവനാ, വിശുദ്ധ ദീനുൽ ഇസ്ലാം മതമായിട്ട് സ്വീകരിച്ചിരുന്നവനാ, വിശുദ്ധ കിബില കഅബ കിബിലയായി സ്വീകരിച്ചിരുന്നവനാ. ഇതെല്ലാം നിനക്ക് ഓർമ്മ വേണമെന്ന് ഉറപ്പെടുത്തി കൊടുത്തിട്ട് അതിനുശേഷം മക്കളെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതാ ഒരു ഫാത്തിഹ സൂറത്ത് ഓതി, അൽ മൂന്ന് ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതി ദുആ ചെയ്ത് പിരിയലാ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് ഖബറിന്റെ അടുത്ത് വെച്ച് ഖുർആൻ 30 ഖത്മ് തീർക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാ. തന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെട്ടാൽ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടാൽ, തനിക്ക് വേണ്ടപ്പെട്ടവര് മരണപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അതാണ്. ആ ഖബർ മറമാടി ഉടനെ തന്നെ ഒരു ഖത്മ് ഖുർആൻ ഓതേണ്ടതാ. അങ്ങനെ ഖുർആൻ ഓതി ദുആ ചെയ്താൽ ആരും പിരിഞ്ഞു പോരുകയാ. ഒരു ഉപ്പയും മകന്റെ അടുത്ത് നിൽക്കുന്നില്ല, ഒരു മകനും ഉപ്പാന്റെ അടുത്ത് നിൽക്കുന്നില്ല, ഒരു ഭർത്താവും തന്റെ ഭാര്യന്റെ അടുത്ത് നിൽക്കുന്നില്ല. എന്റെ ഉപരിയപ്പെട്ട ഭാര്യക്ക് ആദ്യ രാത്രിയാ, ജീവിതത്തിൽ ഒരിക്കലും ഒറ്റക്ക് കിടന്ന് പരിചയമില്ല, ഒരു വീട്ടിൽ ഒറ്റക്ക് തങ്ങിയിട്ടില്ല, വലിയ പേടിയുള്ള ആളാ, കൂട്ടം തെറ്റിരിയാതെ ജീവിക്കുന്നവരാ. ഇന്നിവരെ ഒരു വീട്ടിൽ ഇതുവരെ തനിച്ചു കിടന്നിട്ടില്ല. എന്റെ ഭാര്യ വല്ലാത്ത പേടിയുള്ളവളാ, എന്റെ ഉപ്പ വലിയ പേടിയുള്ളവനാ. അതുകൊണ്ട് എന്നത്തെ രാത്രിയെങ്കിലും, ആദ്യത്തെ രാത്രിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് പേടിക്ക് ഞാനന്ന് കൂടെ നിൽക്കുന്നു എന്ന് ഇന്ന് വരെ ഒരു മകനും ചിന്തിച്ചിട്ടില്ല, ഒരാളും ചിന്തിക്കലില്ല. ആ ഖബറിന്റെ അടുത്ത് നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് പിരിഞ്ഞു പോരലാ. ഞാൻ ചോദിക്കുന്നു മക്കളെ, ആരെങ്കിലും പിന്നങ്ങനെ ചിന്തിക്കലുണ്ടോ? എന്റെ മറവ് ചെയ്യപ്പെട്ട ഉപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഉപ്പ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണ്? ഉപ്പയുടെ സ്ഥിതി എന്താണ് എന്ന് ചിന്തിക്കുന്ന എത്ര മക്കൾ കൂട്ടത്തിലുണ്ട്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മയ്യത്ത് അടക്കം ചെയ്തതിനു ശേഷം പിരിഞ്ഞു പോരുമ്പോ ഇത് ചിന്തിക്കുന്ന വല്ലവരുമുണ്ടോ? അതേ സമയത്ത് നിങ്ങൾക്ക് കേൾക്കണോ, മഹാനായ ഇബ്രാഹീം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ ഏറ്റവും കൂടുതൽ ഒറ്റക്ക് ചെന്നിരിക്കാറുള്ളത് മക്ബറകളിലാണ്. ഈ പള്ളിക്കാട്ടിൽ ഒറ്റക്ക് ചെന്നിരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ ആള് കൂടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പള്ളിക്കാട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുമായിരുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങളെ മഹല്ലത്തിലെ ശ്മശാനം എവിടെ എന്ന് എനിക്കറിയില്ല. എത്ര ആളുകളാണ് അവിടെയുള്ളത്? നിങ്ങളെ മഹല്ലത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ഉള്ളത് ശ്മശാനങ്ങളിലല്ലയോ? എത്ര ആളുകളാ! അതുപോലെ ബഹുമാനപ്പെട്ട ഇബ്രാഹീം റളിയല്ലാഹു അൻഹു തങ്ങള് ഈ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടാൽ പറയും, ഞാൻ ഇരിക്കുന്നത് ചില കൂട്ടുകാരരികിലാ. ഈ എഴുന്നേറ്റ് പോയാൽ അവർ എന്നെപ്പറ്റി ഒന്നും പറയില്ല. ജീവിച്ചിരിക്കുന്ന രണ്ടിൽ കൂടുതലോ കൂട്ടുകാരരികിൽ നിന്ന് എഴുന്നേറ്റ് പോന്നാൽ ഒരുപക്ഷെ എഴുന്നേറ്റ് പോയ കൂട്ടുകാരനെ കുറിച്ച് ഗീബത്ത് പറയുന്നുണ്ടാകും, ഒരാളെപ്പറ്റി നല്ലത് പറയുന്നുണ്ടാകും, പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം
കൈമാറുന്നുണ്ടാകും. അതേ സമയത്ത് മരിച്ച മക്ബറയിലുള്ള കബറാളികളെ കൂട്ടത്തുനിന്ന് കുറേ സമയം ഇരുന്ന് എഴുന്നേറ്റ് പോന്നാൽ അവർ ഒന്നും പറയില്ല. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങളൊരു മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോവുകയാ. ധാരാളം ആളുകളോടൊന്നിച്ച് ഈ മയ്യത്ത് ഇങ്ങനെ ചുമന്നുകൊണ്ട് ബഹുമാനപ്പെട്ടൊരു തൻ്റെ തോളിൽ മയ്യത്ത് കട്ടിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മരണത്തെപ്പറ്റി ചിന്തിച്ചതാ. ഓരോ മനുഷ്യനും മരിക്കുന്ന സമയത്തുള്ള ഭീകരമായ കാര്യങ്ങൾ ചിന്തിച്ചതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരെ ഇഷ്ടപ്പെടാത്ത പടച്ച റബ്ബിന് വെറുപ്പുള്ള 2-3 ചിരികളുണ്ട്. അതിൽപ്പൊരു ചിരിയാണ് മയ്യത്തിന്റെ അടുത്ത് വെച്ച് ചിരിച്ചുകൂടാ. അല്ലാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ചിരിയാണ് മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചിരിച്ചുകൂടാ. വല്ലാതെ പടച്ച റബ്ബിന് വെറുപ്പുള്ള ചിരിയാണ്. അതുപോലെ മക്ബറയിൽ വെച്ച് ചിരിച്ചുകൂടാ. നമ്മിൽപ്പെട്ട എത്ര ആളുകളുണ്ട് പള്ളിക്കാട്ടിൽ വെച്ച് ചിരിക്കുന്നവരില്ലേ, തമാശ പറയുന്നവരില്ലേ. യഥാർത്ഥത്തിൽ ആ പള്ളിക്കാട്ടിൻ്റെ ഒരറ്റത്ത് നിന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവരൊക്കെ ആരാ? ഒരു കാലത്ത് ലോകം വിറപ്പിച്ചവരാ, ഞെട്ടിവിറപ്പിച്ചവരാ, വലിയ പേരും പ്രശസ്തിയുമുള്ളവരാ, വലിയ പോക്കിരിമാരാ, വലിയ സാമ്പത്തിക ശേഷിയുള്ളവരാ. എല്ലാവരുടെ വീടും ഇന്നൊരുപോലെയാ. ഈ നാട്ടിലെ വലിയ വലിയ പ്രമാണിമാരെ, വലിയ ശക്തിയും കഴിവുമുള്ള ആളുകള്, നാട് മൊത്തം വിറപ്പിച്ചവരും ഭരിച്ചിരുന്നവരുമായ ആളുകള്, എല്ലാവരുടെ വീടും ഒരുപോലെയല്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അല്ലാഹ് കബറെങ്ങാനും തുറന്നു നോക്കിയാൽ അവിടെയും മാറ്റങ്ങൾ ഉണ്ടാവില്ല. സമ്പന്നനാണെങ്കിലും കോടീശ്വരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും എല്ലാവരുടെ വീടും ഒരുപോലെ, എല്ലാവരുടെ കബറും ഒരുപോലെ, എല്ലാവരുടെ കഫൻ തുണിയും ഒരുപോലെ, മാറ്റങ്ങളില്ല. ഇവിടെ എത്രയെത്ര ഏക്കർ കണക്കിന് ഭൂമിയുള്ളവര്, വലിയ ഫ്ലാറ്റുകളിൽ താമസിച്ചവര്, എമ്പാടും സൗകര്യമുള്ളവര്, അവരെ കബറും 10 പൈസക്ക് വകയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, പാവപ്പെട്ടവന്റെ കബറും ഒരേ പോലെയല്ലേ? നിങ്ങൾ ആരെങ്കിലും പള്ളിക്കാട്ടിൽ ചെന്നുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടെന്ന് ഓർത്തിട്ടുണ്ടോ? എവിടെയാണ് ചിരിക്കാൻ സാധിക്കുക? ഇല്ല, ചിരി വരൂല. ബോധമുള്ളവർക്ക് ചിരി വരൂല. ഈ മയ്യത്ത് ഇങ്ങനെ ചുമരിൽ വെച്ച് കൊണ്ടുപോകുമ്പോ ഈ മരണത്തെ പറ്റി മാത്രമാണ് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ച് മയ്യത്ത് ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ നിന്ന് കേൾക്കുന്നു, ഇബ്രാഹിമേ ഫമാദാ ബഅദൽ മൗത്ത്. ഈ മരണത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചത് കൊണ്ടായോ? ഈ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തെ പറ്റി, ഖബറിനെ പറ്റി ഓർത്തില്ലല്ലോ, ചിന്തിച്ചില്ലല്ലോ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഞാനോ നിങ്ങളോ ആണെങ്കിൽ അവിടെ വിറച്ച് വീഴുമല്ലോ, കട്ടിൽ താഴെ വിടുമല്ലോ. മഹാനവറുകൾ വിറച്ചു പോയി, ഒന്നും മിണ്ടിയില്ല. എല്ലാവരും മയ്യത്ത് മറവ് ചെയ്ത് പിരിഞ്ഞു പോയപ്പോ ഇബ്രാഹിം അദ്ദേഹം തങ്ങള് അവിടുന്ന് തീരെ പിരിഞ്ഞില്ല. എല്ലാവരും പിരിഞ്ഞതിന് ശേഷവും ആ മയ്യത്തിന്റെ അടുത്ത്, ഖബറിന്റെ അടുത്ത് കുറെ സമയം ഇരുന്നു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങൾ കുറെ സമയം ആ ഖബറിന്റെ അടുത്തിരുന്നപ്പോൾ പെട്ടെന്ന് അതാ ഖബറിന്റെ കാൽഭാഗം പൊട്ടി വിടരുന്നു. പൊട്ടി വിടർന്നിട്ട് ഒരാൾ പുറത്തു വരുന്നു. തല ഉയർത്തിയിട്ട് ചോദിക്കുന്നു, ഫമാദാ ബഅദൽ മൗത്ത്. ഇബ്രാഹിമേ, മരണത്തിന് ശേഷം നീ എന്തേ ചിന്തിക്കാതിരുന്നത്? കേവലം മരണം മാത്രം ചിന്തിച്ചത് കൊണ്ടായോ? മരണത്തിന് ശേഷം ഖബറിൽ
ഖബറിലെത്തിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചില്ല. ഇബ്രാഹിം ചോദിച്ചു, നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം തങ്ങളോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. മക്കളെ, ആഖിർ സമാന മുസ്ലിമീങ്ങളെ, എന്റെ വഅദ് കേട്ട് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നിങ്ങളെ മാർക്ക് വേണ്ട, അഭിപ്രായങ്ങൾ വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ ഖബറിൽ നിന്ന് തല ഉയർത്തിയിട്ടുള്ള ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഈ മയ്യത്തിന്റെ സുന്നത്തുകളാ, ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സുന്നത്തായ കർമ്മങ്ങളാ, ഇവന്റെ കൂടെ കിടക്കാൻ ഞാൻ വന്നതാ. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ആ മയ്യത്തെല്ലാം മറവ് ചെയ്തിട്ട് ആളുകളെല്ലാം പിരിഞ്ഞു പോന്നാൽ ബഹുമാനപ്പെട്ട ജാബിർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ മുത്തുനബിയോട് ചോദിക്കുന്നത് നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്? എത്ര ബന്ധുക്കൾ, കുടുംബങ്ങൾ, ഉപ്പമാര്, ഉമ്മമാര്, അവരൊക്കെ ഇത് അനുഭവിച്ചവരാ. ഇന്നെങ്ങാനും ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ നാളെ ഈ സമയമാകുമ്പോഴേക്ക് അനുഭവിക്കാനുള്ളത്, അനുഭവിച്ചറിയാനുള്ളത്. ബഹുമാനപ്പെട്ട ജാബിർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. മലക്കുകൾ ഖബറിൽ വരുമെന്ന് കേട്ടിട്ടുണ്ട്.